HU+ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് SSLC മലയാളം ചാപ്റ്റർ 22 ആണ്, മനസ്വിനി. ഇതൊരു പോയമാണ് വരുന്നത്, കവിതയാണ് കേട്ടോ വരുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ചങ്ങമ്പുഴയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ചങ്ങമ്പുഴ ആരാണെന്ന്. അപ്പം നമുക്ക് അദ്ദേഹം എന്ന് വെച്ചാൽ മലയാള കവിതയിൽ കാൽപ്പനിക വസന്തം സൃഷ്ടിച്ചിട്ടുള്ളൊരു കവിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നൊരു കവിതയാണ് മനസ്വിനി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മനസ്വിനിയുടെ അർത്ഥം വരുന്നത് നല്ല മനസ്സുള്ളവൾ അല്ലെങ്കിൽ ഗുണവതി എന്നാണ് മനസ്വിനിയുടെ അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കടക്കാം. മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർക്കാലെ നിന്നു ലളിതേ നീയൻ മുന്നിൽ നിർവൃതി തൻ പൊൻകതിർ പോലെ. അപ്പോൾ ഇവിടെ എന്താണ്? മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ. മഞ്ഞത്തെച്ചി പൂങ്കുല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഒരു കണിപ്പൂവുണ്ടല്ലോ, അത് മഞ്ഞ കളറിലുണ്ട്. അപ്പോൾ അതുപോലെ മഞ്ചിമ വിടരും. മഞ്ചിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴക്, ഭംഗി എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെയുള്ള പുലർക്കാലമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതിലൂടെ കവി രണ്ട് തലങ്ങളിലാണ് പറയുന്നത്. ഒന്ന് പുലർക്കാലത്തെ അല്ലെങ്കിൽ പ്രഭാതത്തെ വർണ്ണിക്കുന്നുണ്ട്, കൂടാതെ ഈ ഒരു പ്രഭാതത്തിൽ തൻ്റെ കാമുകിയെയും കൂടെ ഇതിലൂടെ കവി വർണ്ണിക്കുന്നുണ്ട്. അപ്പം എന്താ ഫസ്റ്റ് പറയുന്നത്? അതായത് പ്രഭാതത്തിൽ മഞ്ഞത്തെച്ചിയുടെ പൂങ്കുല പോലെ മനോഹാരിത വിടരുന്ന ഒരു പുലരിയാണ് ഇവിടെ കവിക്ക് കാണാൻ കഴിയുന്നത്. അപ്പം കവി പറയാണ്, എൻ്റെ മുന്നിൽ പരമാനന്ദത്തിൻ്റെ അത്രയ്ക്കും നിർവൃതി എന്ന് പറയുന്ന പരമാനന്ദം എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അത്രയ്ക്കും പരമാനന്ദത്തിൻ്റെ പൊൻകതിർ പോലെ ലളിതയായി നീ മാത്രം, നീയാണ് എൻ്റെ മുന്നിൽ ഇപ്പം ഈ ഒരു പുലരിയിൽ നിൽക്കുന്നതെന്ന് പറയുന്നതാണ്. ഓക്കെ, പിന്നീട് എന്താ പറയുന്നത്? ദേവനികേത ഹിരൺമയ മകുടം മേവി ദൂരെ ദ്യുതി വിതറി പൊന്നിൻ കൊടിമര മുകളിൽ ശബളിത സന്നോജ്വലം ഒരു കൊടി പാറി. അപ്പോൾ ഇവിടെ പറയുന്നത് അങ്ങ് അകലെ ദേവാലയം അല്ലേ. ദേവാലയം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ അമ്പലം, ക്ഷേത്രമൊക്കെയാണ് വരുന്നത്. അപ്പം ദേവാലയത്തിൻ്റെ മുകളിൽ എന്താ ഉള്ളത്? സ്വർണ്ണ താഴികക്കുടമുണ്ട്. അതാണ് ദേവനികേത ഹിരൺമയ മകുടം എന്ന് പറയുന്നത്. അപ്പം അവിടെ ആ ഒരു സ്വർണ്ണ താഴികക്കുടം അത്രയ്ക്കും ശോഭയോടെ, മേവി ദൂരെ ദ്യുതി വിതറി. ദ്യുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭ എന്നാണ് അർത്ഥം. അത്രയ്ക്കും നല്ല കാന്തി അതിന്, ആ ഒരു സ്വർണ്ണ താഴികക്കുടത്തിന്, ആ ഒരു ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ അത്രയ്ക്കും ദേവാലയത്തിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു സ്വർണ്ണ താഴികക്കുടം അത്രയ്ക്കും ദൂരെ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? അത്രയ്ക്കും പ്രകാശപൂരിതമാണ് അത് വരുന്നത്. പൊന്നിൻ കൊടി മരമുകളിൽ ശബളിത സന്നോജ്വലം ഒരു കൊടിപാറി. അപ്പം പൊന്നിൻ കൊടിമരത്തിൻ്റെ മുകളിൽ, അതായത് പൊന്നിൻ കൊടിമരം ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ശബളിത, വ്യത്യസ്ത നിറങ്ങളിലുള്ള എന്നാണ് അർത്ഥം വരുന്നത്. ശബളിത സന്നോജ്വലം ഒരു കൊടിപാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? പല നിറക്കൂട്ടുകൾ കൊണ്ട് അത്രയ്ക്കും ഉജ്ജ്വലമായിട്ടുള്ള കൊടി പാറി പറക്കുകയാണ് ചെയ്യുന്നതെന്നാണ് കേട്ടോ കവി ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ പുലരിയെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. നീലാരണ്യ നീ ചോള നിവേഷ്ടിത നീഹാരാർദ്ര മഹാദ്രികളിൽ. എന്താണ്? നീലക്കാടുകളാകുന്ന, നീലാരണ്യ നീ ചോളിത നിവേഷ്ടിത എന്ന് പറയുന്നത് നീല കാടുകളാകുന്ന, പുതപ്പ് ചുറ്റിയ. ഇനി നീഹാരാർദ്ര മഹാദ്രികളിൽ, അത്രയ്ക്കും മഞ്ഞണിഞ്ഞ മാമലകളുണ്ടല്ലോ. എന്താണ്? കാലല സജ്ജല കന്യക കനക കതിരുകൾ കൊണ്ടൊരു കണിവെക്കേ കതിരു തിരുകിലു മദൃശ്യ ശരീരികൾ കാമത്ത കാനന ദേവതകൾ കലയുടെ കമ്പികൾ മീട്ടും മട്ടിൽ കളകളമിളകി കാടുകളിൽ. അപ്പോൾ ഈ ഒരു 8 വരി എന്താണ് പറയുന്നത്? അതായത് അങ്ങ് അകലെ നീലക്കാടുകളാകുന്ന പുതപ്പ് ചുറ്റിയ കുറേ അധികം മഞ്ഞണിഞ്ഞിട്ടുള്ള മാമലകളുണ്ട്. അപ്പോൾ ഇത് പ്രഭാതത്തിൽ ജലകന്യകമാർ സ്വർണ്ണരശ്മികൾ കൊണ്ട് കണി വെക്കുന്ന പോലെയാണ് പ്രതീതമാകുന്നത് എന്നാണ്. അപ്പം ആ ഒരു നിറഞ്ഞ വെളിച്ചത്തിൽ കാണാൻ കഴിയാത്ത രൂപത്തോടു കൂടിയും അത്രയ്ക്കും ഇഷ്ടം പകരുന്ന രീതിയിലുള്ള വനദേവതകൾ എന്താണ് അവിടെ നിൽക്കുന്നത്? കമ്പികൾ അല്ലേ, കലയുടെ കമ്പികൾ മീട്ടുകയാണെന്ന്. അത്രയ്ക്കും ആ ഒരു പ്രഭാതത്തിലെ, നിങ്ങൾക്ക് അറിയാലേ പ്രഭാതത്തിലെ ആ ഒരു ശബ്ദം, പുലർക്കാല നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു കിളികളുടെയും
പിന്നെ അല്ലാത്ത അതിനൊരു പ്രത്യേക വൈബാണ് അല്ലേ വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കമ്പികൾ അല്ലേ ജലകന്യകമാർ സ്വർണ്ണരശ്മികൾ കൊണ്ട് കമ്പികൾ മീട്ടുകയാണെന്നാണ് അങ്ങനെ തോന്നുമാറാണ് ആ ഒരു കാടുകളിൽ നിന്ന് ശബ്ദം പുറപ്പെടുന്നതെന്ന്. കലയുടെ കമ്പികൾ മീട്ടും മട്ടിൽ കളകളമിളകി കാടുകളിൽ. അപ്പം എന്താണ്, അത്രയ്ക്കും നല്ല രീതിയിലുള്ള ശബ്ദങ്ങളും കാര്യങ്ങളാണ് പുലർക്കാലത്തിൽ അദ്ദേഹത്തിന് പ്രതീതമാകുന്നത്. മഞ്ഞള മാഞ്ഞിള വെയിലൊളിയിൽ ദല മർമരമൊഴുകി മരനിരയിൽ ഈറൻ തുകിലിൽ മറഞ്ഞൊരു പൊന്നല പാറിമിനുങ്ങിയ തവഗാത്രം മിഥ്യാവലയിത സത്യോപമരുചി തത്തിലസിച്ചു മമ മുന്നിൽ ദേവദയാമയ മലയജ ശകലം താവിയ നിൻകുളിർ നിഴലത്തിൽ. അപ്പം ഇവിടെ എന്താണ് പറയുന്നത്, അപ്പം ഇനിയുള്ള വരികളിൽ പറയുന്നത് ഇളം വെയിലിൻ്റെ ശോഭയിൽ അല്ലേ, മാഞ്ഞിള വെയിലൊളിയല്ലേ, ഇളം വെയിൽ അവിടെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ശോഭയിൽ മഞ്ഞളകൾ മാഞ്ഞു തുടങ്ങുകയാണ്. മഞ്ഞള മാഞ്ഞിള വെയിലൊളിയിൽ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്, ഇളം വെയിലിൻ്റെ ശോഭയിൽ അത്ര ചെറിയൊരു വെയിൽ വരികയാണ്. അപ്പം എന്താണ്, മഞ്ഞമലകൾ ഉണ്ടായിരുന്നു എന്ന് പറയൂലേ, അപ്പോൾ അതൊക്കെ ഇളം വെയിൽ തട്ടുന്തോറും ഉരുകി ഒലിക്കുകയാണ്. അതാണ് ഉദ്ദേശിച്ചത്. മഞ്ഞള മാഞ്ഞിള വെയിലൊളിയിൽ ദല മർമരമൊഴുകി മരനിരയിൽ. അപ്പോൾ അവിടെ എന്താണ്, മരനിരകളിൽ നിന്ന് മർമര ശബ്ദം ഒഴുകി. അപ്പം അവിടെ നിന്ന് അത്തരത്തിലുള്ള നല്ല പുലരിയിൽ കേൾക്കുന്ന രീതിയിലുള്ള അത്രയ്ക്കും നല്ല ശബ്ദങ്ങൾ, മർമര ശബ്ദം ഒഴുകാണ് ചെയ്യുന്നതെന്നാണ്. ഇനി ഈറൻ തുകിലിൽ മറഞ്ഞൊരു പൊന്നല പാറി മിനുങ്ങിയ തവഗാത്രം. ഇവിടെ എന്താ പറഞ്ഞത്, നനഞ്ഞ വസ്ത്രം കൊണ്ട്, അതായത് നനഞ്ഞ വസ്ത്രം, ഈറൻ തുകിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നനഞ്ഞ വസ്ത്രം എന്നാണ് കേട്ടോ. അത് വെച്ച് മറിഞ്ഞൊരു എന്താണ്, പൊന്നിൻ്റെ തിളക്കമാർന്ന നിൻ്റെ ശരീരം, തവഗാത്രം എന്ന് ഉദ്ദേശിച്ചത് നിൻ്റെ ശരീരത്തെയാണ് കേട്ടോ. അപ്പം അത്രയ്ക്കും ഇവിടെ എന്താണ്, ഈ ഒരു പോയിന്റിൽ നമ്മൾ ആ ഒരു തൻ്റെ കാമുകിയെ കൂടെ നല്ല രീതിയിൽ ഇവിടെ കവി വർണ്ണിക്കുകയാണല്ലേ ചെയ്യുന്നത്. ഈറൻ തുകിലിൽ മറഞ്ഞൊരു പൊന്നല പാറി മിനുങ്ങിയ തവഗാത്രം, അതായത് നനഞ്ഞ വസ്ത്രം കൊണ്ട് മറഞ്ഞ പൊന്നിൻ്റെ അത്രയ്ക്കും ഗോൾഡൻ കളറുള്ള ബോഡിയാണ് എന്താണ് നമ്മുടെ ഈ ഒരു മുന്നിൽ കവിക്ക് തോന്നുന്നത്. ശരീരം മായ കൊണ്ട് മറഞ്ഞ നേര് പോലെ എൻ്റെ മുന്നിൽ തിളങ്ങി നിൽക്കുന്നു. അപ്പം കവിക്ക് ഇങ്ങനെ പ്രതീതമാവുകയാണ്, ഇങ്ങനെ എന്താണ് ഈറൻ അണിഞ്ഞു നിൽക്കുന്ന ഒരു രൂപത്തിലാണ് കവി ഇവിടെ ആവിഷ്കരിക്കുന്നത്. മിഥ്യാവലയിത സത്യോപ മരുചി തത്തിലസിച്ചു മമ മുന്നിൽ ദേവദയാമയ മലയജ ശകലം താവിയ നിൻകുളിർ നിഴലത്തിൽ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, അവിടെ അത്രയ്ക്കും ഈ ഒരു കാമുകിയുടെ അല്ലേ നെറ്റിയിൽ ചന്ദനക്കുറി അണിഞ്ഞതായിട്ട് ദേവപ്രസാദമായിട്ടാണ് അല്ലേ ചന്ദനക്കുറി വരുന്നത്. അപ്പം അത് കുളിച്ചൊരുങ്ങിയിട്ടുള്ള ആ ഒരു നെറ്റിയിൽ അപ്പം എന്താണ് ആ ഒരു ഇത് ചന്ദനക്കുറി അവിടെ കാണുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം. കരിവരി വണ്ടിൻ നിരകൾ കണക്കെ കാണായി പരിപ്പൊടു കുറുനിരകൾ സത്വഗുണശ്രീ ചെന്താമര മലർ സസ്മിതമഴകിൽ വിടർത്തിയപ്പോൾ ചടുലോൽ പലതളയുകളം ചൂടി ചന്ദ്രിക പെയ്തു നിൻവദനം ഒറ്റപ്പത്തിയോടായിര മുടലുകൾ ചുറ്റുപിണഞ്ഞൊരു മണിനാഗം. അപ്പോൾ ഇവിടെ എന്താ നെക്സ്റ്റ് പറയുന്നത്, അതായത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു കുളിർ നെറ്റിയിലെ ആ കുളിച്ചൊരുങ്ങിയ ആ ഒരു നെറ്റിയിൽ ചന്ദനക്കുറി അണിഞ്ഞിരിക്കുകയാണെന്ന്. അപ്പം എന്താണ് അവിടെയുള്ള കുറുനിരകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, നെറ്റിയിൽ ഉണ്ടാകുന്ന ചെറിയ ആ ഒരു നമ്മുടെ എന്താണ് മുടിയുടെ ചെറിയ ഇതിലുള്ളത് കരിവണ്ടിനെ പോലെയാണ്, ആ കരിവണ്ട് നിര പോലെ നിൽക്കുന്നത് പോലെയാണ് കാണപ്പെട്ടത്. അതാണ് കരിവണ്ടിൻ നിരകൾ കണക്കെ കാണായി ചെരിപ്പോട് കുറുനിരകൾ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പിന്നീട് എന്താണ് നോക്കുന്നത്, സത്വഗുണത്തിൻ്റെ ദേവത പുഞ്ചിരിയോടുകൂടി ഭംഗിയിലൊരു ചെന്താമര പൂ വിടർത്തിയതുപോലെ ഈ കവിയുടെ മുന്നിൽ നിൽക്കുന്നതായിട്ട് കവിക്ക് പ്രതീതമാവുകയാണ്. സത്വഗുണശ്രീ ചെന്താമര മലർ സസ്മിതമഴകിൽ വിടർത്തിയപ്പോൾ. അപ്പോൾ എന്താണ് നോക്കുന്നത്, എന്തൊരു ചെന്താമര, അത്രയ്ക്കും സത്വഗുണം അല്ലേ, ദേവതകൾക്ക് സത്വഗുണം ഉണ്ടാവുന്നത് ആ ഒരു ഗുണത്തോട് കൂടിയ അല്ലെങ്കിൽ അത്രയ്ക്കും നല്ലൊരു പുഞ്ചിരി സമ്മാനിച്ച് ആണ് ഇവിടെ ഒരു ചെന്താമര പൂ വിടർത്തിയ പോലെയാണ് നിൽക്കുന്നത് മുന്നിലായിട്ട്. ചടുലോൽ പലതള യുഗളം ചൂടി ചന്ദ്രിക പെയ്തു നിൻവദനം
ഒറ്റപ്പത്തിയോടായിരം ഉടലുകൾ ചുറ്റുപിണഞ്ഞൊരു മണിനാഗം. അപ്പം ഇവിടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അപ്പം എന്താണ്, അവളുടെ കണ്ണുകൾ എങ്ങനെയാണ്? കരിങ്കൂവളപ്പൂവിൻ്റെ ഇതളുകൾ പോലെയാണ് കാണുന്നത്. പിന്നെ ആണെങ്കിൽ ഈ കണ്ണുകളുള്ള ആ ഒരു മുഖം, വദനം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അവളുടെ മുഖം അല്ലേ, നിലാവ് പെയ്ത് നിൽക്കുന്ന പോലെ, എന്താണ്, പുഞ്ചിരി തൂകി നിൽക്കാണ്, അത്രയ്ക്കും മനോഹരിയാണെന്നാണ് ഇവിടെ കവി പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഒറ്റപ്പത്തിയോടായിരം ഉടലുകൾ ചുറ്റുപിണഞ്ഞൊരു മണിനാഗം. ഇവിടെ എന്താ ഉദ്ദേശിച്ചത്? ഈ ഒരു ഒറ്റപ്പത്തിയും 1000 ഉടലുള്ള ഒരു മണിനാഗവും ചന്ദനവല്ലിയിൽ തലകീഴായി കിടക്കുന്നത് പോലെയാണ് കവിക്ക് തോന്നുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ചന്ദന ലതയിലതോ മുഖശയനം ചന്തമോടിങ്ങനെ ചെയ്യുമ്പോൾ വിലസി വിമലേ ചെറിയൊരു പനിനീ മലർ ചൂടിയ നിൻ ചിഗുരഭരം ഗാനം പോൽ ഗുണകാവ്യം പോൽ മമ മാനസമോർത്തു സഖീ നിന്നെ തുടുതുടിയൊരു ചെറു കവിത വിടർന്നു തുഷ്ടി തുടിക്കും മമ ഹൃത്തിൽ. അപ്പോൾ ഇവിടെ എന്താ നെക്സ്റ്റ് പറയുന്നത്? അപ്പം കവി പറയാണ്, എന്താണ്, നേരത്തെ പറഞ്ഞു ഒറ്റപ്പത്തി അല്ലേ, അതിന് 1000 ഉടലുള്ള ഒരു മണിനാഗം ചന്ദനവല്ലിയിൽ തല കീഴായി കിടക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ഇനിയാണെങ്കിൽ അറ്റത്ത് അല്ലെ, ഒരു പനിനീർ പൂവിൻ്റെ അറ്റത്ത് തുമ്പ് കെട്ടി നിൽക്കുന്നത് പോലെ ആ ഒരു മനോഹരമായ നിന്റെ മുടിക്കെട്ട് കാണുമ്പോൾ, അവളുടെ മുടിക്കെട്ട് നോക്കുന്നതാണ് അല്ലേ, ചന്ദനലതയിലതോ മുഖശയനം ചന്തമോടിങ്ങനെ ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ എന്താണ്, അതെങ്ങനെ ഒരു ചന്ദനവല്ലിയിൽ തലക്കീഴായി കിടക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. അതിൻ്റെ അറ്റത്തായിട്ട് ഒരു പനിനീർ പൂവ് ചൂടിയ മനോഹരമായിട്ടുള്ള നിന്റെ മുടിക്കെട്ട് കാണുമ്പോൾ, അല്ലെങ്കിൽ നിന്നെ കണ്ടപ്പോൾ ഒരു ഗാനം പോലെ അഥവാ ചെറു കാവ്യം പോലെ എനിക്ക് തോന്നിയെന്നാണ് കവി പറയുന്നത്. ഗാനം പോൽ ഗുണകാവ്യം പോൽ മമ മാനസമൊർത്തു സഖീ നിന്നെ. നെക്സ്റ്റ് എന്താ വരുന്നത്? ആ ഒരു സമയത്താണ് തുടുതുടി ഒരു ചെറു കവിത വിടർന്നു തുഷ്ടി തുടിക്കും മമ ഹൃത്തിൽ. അപ്പോഴാണ് ഇത്തരത്തിൽ കവി കമുകിയെ ഇങ്ങനെ വിശേഷിപ്പിക്കുമ്പോൾ ആ ഒരു ടൈമിലാണ് എന്താണ്, നമ്മുടെ ആ കവിയുടെ മനസ്സിൽ ചെറിയ കവിതകൾ അല്ലെ, നമുക്ക് ഇഷ്ടപ്പെട്ട വല്ലതും മുന്നിൽ കാണുമ്പോൾ പൊതുവെ കവിയായിരുന്നവർക്ക് എന്തെങ്കിലും കുറിക്കാൻ തോന്നും അല്ലേ, അവരുടെ ഹൃദയത്തിൽ അത്രയ്ക്കും എന്തൊരു ആവേശം വരുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് കവി ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ചൊകചൊകയൊരു ചെറു കവിത വിടർന്നു ചോര തുളമ്പിയ മമഹൃത്തിൽ മലരൊളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുക്കി എഴുതാനുയറി കൽപ്പന ദിവ്യ ഒരഴകിനെ എന്നെ മറന്നു ഞാൻ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ഇനിയിപ്പം കവിത മനസ്സിൽ തുടിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു മുഹൂർത്തത്തിൽ തന്നെ എൻ്റെ മനസ്സിൽ തുടുത്ത ഒരു കവിത അല്ലേ, അത് എന്താണ്, ആ ഒരു കവിതയെ അദ്ദേഹം എഴുതാൻ ആഗ്രഹിക്കുകയാണ് അല്ലേ. ചോര തുളുമ്പുന്ന രീതിയിൽ ചുവന്ന് തുടുത്ത ഒരു ചെറു കവിത ചോര തുളുമ്പുന്ന കവിയുടെ ഹൃദയത്തിൽ പതുക്കെ പതുക്കെ ഇതൾ വിടരുകയാണെന്നാണ് പറയുന്നത് അല്ലേ. ചൊകചൊകയൊരു ചെറു കവിത വിടർന്നു ചോര തുളുമ്പിയ മമഹൃത്തിൽ. അപ്പം ഇനി മലരൊളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി. അപ്പം അവിടെ എന്താണ് പറയുന്നത്? ഇപ്പം ആ ഒരു ഭംഗിയിൽ കവി മനം മയങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കവിയുടെ ഉള്ളിലൊരു കവിത എഴുതാനുള്ളൊരു ടെൻഡൻസി വരികയാണ് ചെയ്യുന്നത്. അപ്പം തന്നെ എന്താണ് മുനമുക്കി എന്ന് പറയുന്നത്, മഴവിൽ കൊടിയുടെ മുനമുക്കി. അതായത് കവി എഴുതാൻ ആഗ്രഹിക്കാമെന്നാണ് ആ നെക്സ്റ്റ് 2 വരികളിലായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയ്ക്കും ദിവ്യമായിട്ടുള്ള ആ ഒരു അഴകിനെ പകർത്താൻ കവി അവിടെ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാവന വെമ്പി നിൽക്കുകയാണ് ചെയ്യുന്നത്. എഴുതാനുഴറി കൽപ്പന ദിവ്യമൊരഴകിനെ എന്നെ മറന്നു ഞാൻ. അവിടെ എന്താണ്, കവിയെ തന്നെ മറന്നു നിൽക്കുകയാണ്. അത്രയ്ക്കും ആ ഒരു സൗന്ദര്യം കവി ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. മധുര സ്വപ്ന ശതാവലി പൂത്തൊരു മായാലോകത്തെത്തി ഞാൻ അദ്വൈതാമല ഭാവ സ്പന്ദിത വിദ്യുത് മേഖല പൂകി ഞാൻ. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് എന്താ പറയുന്നത്? അദ്ദേഹം എന്താണ് നേരത്തെ എഴുതാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്രയ്ക്കും ഭാവനകളെല്ലാം എഴുതി തിടുക്കം കൂട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പം 100 കണക്കിന് മധുര കിനാവുകൾ അതിൻ്റെ ഒരു മായാലോകത്ത് ചെന്നെത്തി നിൽക്കുകയാണ് നമ്മുടെ കവി ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്വൈതവും അമലവുമായിട്ടുള്ള ഒരു ഭാവത്താൽ മിടിക്കുന്ന
ആ ഒരു മിന്നൽ പിണറിൻ്റെ മായികമായിട്ടുള്ളൊരു മേഖല തന്നെ ആര് സൃഷ്ടിക്കാണ്? നമ്മുടെ ഈ ഒരു കവി സൃഷ്ടിക്കാണ്. അതായത് എന്താണ്, ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഭാവത്തെയാണ് അദ്വൈതാമല ഭാവസ്പന്ദിത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്പന്ദിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടിക്കുന്ന എന്നാണ് പറയുന്നത്. ഇനി ഇതിൽ നെക്സ്റ്റ് എന്താ, വിദ്യുത് മേഖല പോകുകയും ഞാൻ. വിദ്യുത് മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യുത മേഖല അല്ലേ. പെട്ടെന്നൊരു മിന്നൽ പിണറൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു വൈദ്യുതാഘാതം തട്ടുന്ന പോലെ തോന്നൂലേ, അതേപോലെ തന്നെയാണ് ഈ ഒരു വശ്യ ഭംഗിയിൽ മയങ്ങിയിട്ട് അങ്ങനെ ഒരു മിന്നൽ പിണർ കവിക്ക് ഏറ്റ പോലെയാണ് കവിക്ക് പ്രതീതമായതെന്നാണ് കവി ഇതിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്താണ് ഈ ഒരു കവിതയുടെ ആശയം എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം കവി ഇതിലൂടെ തൻ്റെ കാമുകിയെ കൂടെ ഈ ഒരു മനസ്വിനി എന്ന ഇതിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഒരു പ്രത്യേകിച്ച് മനസ്വിനിയിലെ ഒരു വർണ്ണന അല്ലെങ്കിൽ അതിൻ്റെ ആസ്വാദനം എഴുതാൻ പറയുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? അതായത് പൊട്ടി വിടരുന്ന പ്രഭാതത്തിന് അല്ലേ, വിടരുന്ന മഞ്ഞ തെച്ചി പൂങ്കളുടെ മനോഹാരിതയുണ്ടെന്നാണ് കവി ആദ്യ ലൈനിൽ പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? അതായത് ദൂരെ കാണുന്ന ദേവാലയത്തിൻ്റെ അല്ലേ, അതിൻ്റെ ആ ഒരു സ്വർണ്ണ താഴുകക്കുടം മിന്നിത്തിളങ്ങുന്നത്, അല്ലെങ്കിൽ കൂടാതെ എന്താണ് അതിൻ്റെ പൊന്നിൻ കൊടിമരത്തിന് മുകളിൽ വർണ്ണശബളിതമായിട്ടുള്ള ഒരു കൊടി പാറി പറക്കുന്നതുമായിട്ട് കവിക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. പിന്നെ എന്താണ് പ്രഭാത വർണ്ണനയിൽ കവി വെച്ചിട്ടുണ്ടായിരുന്നത്? നീലമലക്കാടുകളെ കുറിച്ച് പറഞ്ഞു അല്ലേ. അവിടെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുകയാണ് ഈ ഒരു മാമലകൾ എന്ന് പറയുന്നത്. എന്തിനാണ്? പുലരി പെണ്ണിന് പൊൻകതിരുകൾ കണിയൊരുക്കിക്കൊണ്ടാണ്. അപ്പം പിന്നെ കൂടാതെ നെക്സ്റ്റ് വരികളിൽ എന്താ പറയുന്നത്? അദൃശ്യ ശരീരികളായി നിന്ന് കാനന ദേവകൾ കലയുടെ തന്ത്രികൾ മീട്ടുന്ന അത്രയ്ക്കും കാകളമായിട്ടുള്ള എന്താണ് ശബ്ദങ്ങൾ അല്ലേ. ആ ഒരു കാനന ദേവതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിൽ അല്ലേ, അത്രയും കാട്ടിൽ എന്താണ് നല്ല ശബ്ദങ്ങളായിരിക്കും ആ ഒരു പ്രഭാതത്തിൽ പുലരിയിൽ വന്നു ചേരുന്നത്. അപ്പോൾ ആ ഒരു കാട്ടിൽ നിന്നുള്ള കളകള ശബ്ദത്തിനെയാണ് കവി അവിടെ പറയുന്നത്. പിന്നെന്താണ്? ഇളം വെയിൽ, പ്രഭാതം കഴിഞ്ഞു ഇങ്ങനെ വരുമ്പോഴെന്താണ് ഇളം വെയിലായിരിക്കും വരുന്നത്. നമുക്ക് ഇതൊക്കെ പിക്ചറൈസ് ചെയ്യണം നിങ്ങൾ. ശരിക്കും ഈ ഒരു പ്രഭാതം എങ്ങനെ ആയിരിക്കുന്നു പിക്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ലൈൻസിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കാണ് ഫസ്റ്റ് ഭാഗങ്ങളിലാണ് പ്രഭാത വർണ്ണന ആര് കൂടുതലായിട്ട് നമ്മുടെ കവി നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കവിത എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും ഇതിൽ നിന്ന് നോക്കാം. അപ്പം ഇതിൽ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് നോക്കാം. അത് താഴെ പറയുന്നവയിൽ ഏതിനെയാണ് പ്രഭാതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിർവൃതി, പൊൻകതിർ, മഞ്ജിമ, ലളിത. ഇതിൽ ഏതിനെയാണ് പ്രകൃതിയും പ്രഭാതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്? ഫസ്റ്റ് ഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, മഞ്ജിമയാണ് പ്രഭാതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ആൻസർ മഞ്ജിമ എന്നാണ്. ഇനി 2, ദ്യുതി വിതറിയത് എന്ത്? ദ്യുതി എന്താണ് വിതറിയത്? അപ്പോൾ അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഹിരൺമയകൂടം അല്ലേ, ആ ഒരു ദേവനികേതത്തിൻ്റെ ആ ഒരു താഴികക്കുടമാണ് ശോഭ അല്ലെങ്കിൽ കാന്തി നൽകിയിട്ടുള്ളത്. കാന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്യുതി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം ഹിരൺമയകൂടമാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. ഇനി 3, കണി വെച്ചത് ആര്? കണി വെച്ചത് ആരാണ്? കവിതയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണിയായിരുന്നു. ആരാണ് വെച്ചിട്ടുള്ളത്? കാല്യമായിരുന്നു കണി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 4 വരുന്നത് കളകളം ഇളകിയത് എവിടെ? എവിടെയാണ് കളകളം ഇളകിയതുണ്ടായിരുന്നത്? എവിടെയായിരുന്നു? കുറച്ച് മുൻപേ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ, നമ്മൾ കാടുകളിലാണ് അല്ലേ, കാനനത്തിലാണ് കളകളം ഇളകിയതുണ്ടായിരുന്നത്. അപ്പോൾ അത് കാടുകളിൽ എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. നിന്റെ നിടിലത്തിൽ താവിയതെന്ത്?
അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് വേണ്ടത്? മലയജമാണ് നിന്റെ നിഴലത്തിൽ താവിയത്. ഈ ഒരു മലയജം എന്ന് പറയുന്ന ആ ഒരു ആൻസർ നമ്മുടെ കവിതയിൽ തന്നെയുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കവിത ഒന്നും കൂടെ റീകോൾ ചെയ്യാം, അപ്പം അതിൽ കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവ കവിതയുടെ എഴുത്തുമായി ബന്ധപ്പെട്ടവയാണ്. അതിൽ എഴുത്തിൻ്റെ വിഷയം എന്ത്? അപ്പം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: മധുചന്ദ്രിക, മഴവിൽ കൊടിയുടെ മുന, കൽപ്പന, അഴക്. അപ്പോൾ ഇതിൽ ഏതാണ് എഴുത്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരുന്നത് എന്നാണ് കേട്ടോ പറയുന്നത്. താഴെ പറയുന്നവ കവിയുടെ എഴുത്തുമായി ബന്ധപ്പെട്ടവയാണ്. അപ്പോൾ എന്തിനെയാണ് അത്? എഴുത്തിൻ്റെ വിഷയം എന്താണ്? അഴകിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ കവി അവിടെ എഴുതാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു സ്ത്രീയുടെ കാമുകിയുടെ അഴക് കണ്ടിട്ടാണ് അദ്ദേഹത്തിന് എഴുതാൻ വൃത്തിൽ അത്രയ്ക്കും സന്തോഷം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എഴുതാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു എഴുത്തുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർക്കാലെ ഈ ഈരടി അന്വയിക്കേണ്ടത് എങ്ങനെ? അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്? അതായത് എന്താണ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: പുലർക്കാലെ മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും. രണ്ടാമത് വരുന്നത് മഞ്ഞത്തെച്ചി പൂങ്കുല വിടരും പോലെ പുലർക്കാലെ മഞ്ചിമ വിടരും. മൂന്നാമത് വരുന്നത് പുലർക്കാലെ വിടരും മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ. നാലാമത് വരുന്നത് മഞ്ചിമ മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ വിടരും പുലർക്കാലെ. അപ്പോൾ ഇത് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക്. അപ്പം ഇവിടെ എന്താണ് കവി ചോദിച്ചിരിക്കുന്നത്? മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർക്കാലെ. അതായത് മഞ്ചിമ മഞ്ഞത്തെച്ചി പൂങ്കുല പോലെയാണ് വിടരുന്നത് അല്ലേ, വിടരും പുലർക്കാലെ. അതാണ് നിങ്ങളുടെ ആൻസറായിട്ട് വരുന്നത്. മഞ്ചിമ മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ വിടരും പുലർക്കാലെ. അപ്പോൾ എന്താണ് മഞ്ചിമ? ലാസ്റ്റ് ഓപ്ഷൻസ് ആണ് കേട്ടോ അത് വരുന്നത്. ഭംഗി എന്നാണ് ഉദ്ദേശിക്കുന്നത്, മഞ്ചിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഭംഗി എങ്ങനെയാണ്? മഞ്ഞത്തെച്ചി പൂങ്കുലയുടെ ഭംഗി എങ്ങനെയാണ്? പുലർക്കാലയിലാണ് വിടരുന്നത്. അപ്പോൾ ഇതിനെയാണ് ഈ ഒരു ഈരടി അന്വയിക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാമുകിയുടെ ശരീരം, കുറുനിരകൾ, തലമുടി എന്നിവയെ കവി എങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു? അപ്പോൾ എന്താണ്? കാമുകിയുടെ ശരീരത്തെ ആ ഒരു ഈറൻ വസ്ത്രം അണിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് അല്ലേ, അത്രയ്ക്കും അഴകുള്ള ഈറൻ വസ്ത്രം അണിഞ്ഞ് പൊൻ ശരീരം പോലെ അല്ലേ, അത്രയ്ക്കും സ്വർണ്ണം അണിഞ്ഞു നിൽക്കുന്ന രീതിയിൽ, അത് സ്വർണ്ണ കളറോട് കൂടിയിട്ടുള്ള ശരീരമായിട്ടാണ്, ഈറൻ അണിഞ്ഞു നിൽക്കുന്ന ശരീരമായിട്ടാണ് കാമുകിയുടെ ശരീരത്തെ കവി പറഞ്ഞിട്ടുള്ളത്. ഇനി കുറുനിരകൾ എങ്ങനെയാണ്? കരിവണ്ടിൻ കൂട്ടം പോലെ ആണ് കുറുനിരകളെ കുറിച്ചിട്ട് കവി പ്രതിപാദിച്ചിട്ടുള്ളത്. ഇനി തലമുടി എങ്ങനെയാണ്? ഒരു പത്തിയും 1000 ഉടലുമുള്ള മണിനാഗം തല കീഴായി തൂങ്ങിക്കിടക്കുന്നത് പോലെയാണ് മുടി എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം കവിത 1-2 പ്രാവശ്യം ക്ലാസ് കാണാം. അപ്പം ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.